ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്ന ഈ നിമിഷം അതിശയകരമായ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾക്ക് ചുറ്റുമുള്ള സകലതും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ സ്പന്ദിക്കുന്നു. ഇതൊരു ആധുനിക സങ്കല്പമല്ല, മറിച്ച് ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വമാണ്. വൈബ്രേഷൻ നിയമം, ലോ ഓഫ് വൈബ്രേഷൻ എന്നറിയപ്പെടുന്ന ഈ തത്വം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും രൂപാന്തരപ്പെടും. ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ വികാരവും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഇതെല്ലാം ഒരുതരം സ്പന്ദനം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സ്പന്ദനങ്ങൾ നിങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അവ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് പ്രസരിക്കുന്നു. നിങ്ങൾ സങ്കൽപ്പിക്കാത്ത വഴികളിലൂടെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മിക്ക ആളുകളും ഈ ശക്തമായ ശക്തിയെക്കുറിച്ച് അറിയാതെയാണ് ജീവിക്കുന്നത്. അവർ തങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും അബോധാവസ്ഥയിൽ ഒഴുകി നടക്കാൻ അനുവദിക്കുന്നു. പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ തുടർച്ചയായി അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ അറിയുന്നേയില്ല. എന്നിട്ട് അവർ അത്ഭുതപ്പെടുന്നു. ഒരേ തടസ്സങ്ങളും തിരിച്ചടികളും പൂർത്തിയാകാത്ത രീതികളും എന്തിനാണ് വീണ്ടും വീണ്ടും തങ്ങളെ തേടിയെത്തുന്നതെന്ന്. ആ സിഗ്നൽ മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങളുടെ സ്പന്ദനങ്ങളെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ജീവിതവുമായി ബോധപൂർവം യോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞാലോ? അതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. വൈബ്രേഷൻ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രാധാന്യം എന്താണ്, അർത്ഥവത്തായതും ശാശ്വതവുമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്കെങ്ങനെ ഇത് പ്രയോഗിക്കാമെന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും. അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും അടിസ്ഥാനപരമായ തലത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജമാണ്. നിങ്ങളുടെ ശരീരം, ചിന്തകൾ, വികാരങ്ങൾ, നിങ്ങളിരിക്കുന്ന കസേര, നിങ്ങൾ ശ്വസിക്കുന്ന വായു, ഇതെല്ലാം വിവിധ ഫ്രീക്വൻസികളിൽ സ്പന്ദിക്കുന്ന ഊർജ്ജമാണ്. ഇതൊരു ആത്മീയ സങ്കല്പമല്ല, മറിച്ച് ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ്. ആറ്റങ്ങളെ രൂപീകരിക്കുന്ന ഏറ്റവും ചെറിയ കണികകൾ പോലും യഥാർത്ഥത്തിൽ സ്പന്ദിക്കുന്ന ഊർജ്ജത്തിന്റെ സ്ട്രിങ്ങുകളാണെന്ന് ക്വാണ്ടം ഭൗതികശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുണ്ട്. ഈ സ്പന്ദനങ്ങൾ നിർദ്ദിഷ്ട പാറ്റേണുകൾ സൃഷ്ടിക്കുന്നു. ആ പാറ്റേണുകളാണ് നമ്മൾ കാണുകയും ഇടപഴകുകയും ചെയ്യുന്ന ഭൗതിക ലോകത്തിന് രൂപം നൽകുന്നത്. എന്നാൽ ഭൗതികലോകം ഒരു തുടക്കം മാത്രമാണ്. മിക്ക ആളുകളും ഇടപെടാത്ത ഊർജ്ജത്തിന്റെയും സ്പന്ദനത്തിന്റെയും ഒരു അദൃശ്യമണ്ഡലം തന്നെയുണ്ട്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഊർജ്ജത്തിന്റെ രൂപങ്ങളാണ്. നിങ്ങളൊരു ചിന്ത ചിന്തിക്കുകയോ ഒരു വികാരം അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ അത് അളക്കാൻ കഴിയുന്ന ഒരു വൈദ്യുതകാന്തിക ഫ്രീക്വൻസി, ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസി ഉൽപ്പാദിപ്പിക്കുന്നു. വ്യത്യസ്ത വൈകാരിക അവസ്ഥകൾ വ്യത്യസ്ത ഫ്രീക്വൻസികളുമായി യോജിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഭയം, ദേഷ്യം, അസൂയ തുടങ്ങിയ വികാരങ്ങൾ താഴ്ന്ന ഫ്രീക്വൻസിയിൽ സ്പന്ദിക്കുന്നു. അവ ഭാരം കൂടിയതായി അനുഭവപ്പെടുകയും നിങ്ങളെ താഴേക്ക് വലിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് സ്നേഹം, സന്തോഷം, നന്ദി തുടങ്ങിയ വികാരങ്ങൾ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ സ്പന്ദിക്കുന്നു. ഇത് ലഘുവായതും ഉണർവ് നൽകുന്നതുമായ വികാരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് വൈബ്രേഷൻ നിയമം പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ലോകത്തേക്ക് അയക്കുന്ന സ്പന്ദനങ്ങൾ ആ സ്പന്ദനങ്ങളുമായി ഒത്തുപോകുന്ന അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്റ്റേഷൻ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ റേഡിയോ ആ ഫ്രീക്വൻസിയിലേക്ക് ക്രമീകരിക്കണം. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സമൃദ്ധിയും സംതൃപ്തിയും അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്പന്ദനങ്ങളെ ആ ഗുണങ്ങളുമായി യോജിപ്പിക്കണം. എന്നാൽ മിക്ക ആളുകളും ഇത് ചെയ്യുന്നില്ല. അവരുടെ ബാഹ്യ ചുറ്റുപാടുകൾ അവരുടെ ആന്തരിക അവസ്ഥയെ തീരുമാനിക്കാൻ അവർ അനുവദിക്കുന്നു. അവർ ഉണരുന്നു, ഫോൺ പരിശോധിക്കുന്നു, ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ സമ്മർദ്ദം അനുഭവിക്കുന്നു, ജോലിക്ക് പോകുന്നു, സഹപ്രവർത്തകരോട് ദേഷ്യം തോന്നുന്നു, വീട്ടിലെത്തി പണം, ബന്ധങ്ങൾ, ആരോഗ്യം എന്നിവയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഈ ചിന്തകളും വികാരങ്ങളുമെല്ലാം താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു. അത് കൂടുതൽ സമാനമായതിനെ ആകർഷിക്കുന്നു. ഇത് മുരടിപ്പിന്റെ ഒരു ചക്രത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് പലരും ഓരോ ദിവസവും മുന്നോട്ടു പോകാതെ തളർന്നുപോകുന്നതുപോലെ, യഥാർത്ഥത്തിൽ സംതൃപ്തരല്ലാത്തതുപോലെ തോന്നുന്നത്. എന്നാൽ ഇങ്ങനെയായിരിക്കണം എന്നില്ല. ഈ ചക്രം തകർക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ സ്പന്ദനങ്ങൾ ബോധപൂർവം തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനർനിർമ്മിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതൊക്കെ കേൾക്കാൻ നന്നായിരിക്കുന്നു, പക്ഷേ എനിക്കിതെങ്ങനെ ചെയ്യാൻ കഴിയും? എങ്ങനെയാണ് എന്റെ സ്പന്ദനങ്ങൾ മാറ്റുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകാം. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സ്പന്ദനമുയർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവുമായി സ്വയം യോജിപ്പിക്കാനും ഉടനടി ഉപയോഗിക്കാൻ കഴിയുന്ന ശക്തമായ സാങ്കേതിക വിദ്യകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ എങ്ങനെ എന്നതിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇതെന്തുകൊണ്ട് ഇത്ര പ്രധാനമാണെന്ന് ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു. വൈബ്രേഷൻ നിയമം മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് താൽക്കാലികമായി മെച്ചപ്പെട്ടതായി തോന്നുന്നതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങൾ ലോകവുമായി ഇടപഴകുന്ന രീതിയെ അടിസ്ഥാനപരമായി മാറ്റുന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങൾക്കുള്ളിലെ അനന്തമായ സാധ്യതകളെ സമീപിക്കുന്നതിനും അകത്തുനിന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ചുമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എവിടെയാണ് നിങ്ങൾക്ക് തടസ്സമോ സംതൃപ്തിയില്ലായ്മയോ തോന്നുന്നതെന്ന് ചിന്തിക്കുക.
അത് നിങ്ങളുടെ തൊഴിൽ, ബന്ധങ്ങൾ, ആരോഗ്യം, സാമ്പത്തിക കാര്യങ്ങളാകാം. ഇനി ആ മേഖലകളെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് സങ്കൽപ്പിക്കുക. എല്ലാ ദിവസവും ഊർജ്ജസ്വലമായും പ്രചോദിതമായും അഗാധമായി സംതൃപ്തനായും നിങ്ങൾ ഉണരുന്നുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ അഭിനിവേശങ്ങളോടും ലക്ഷ്യങ്ങളോടും തികച്ചും യോജിക്കുന്ന അവസരങ്ങളെയും അനുഭവങ്ങളെയും നിങ്ങൾ ആകർഷിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ട സ്വാധീനം ചെലുത്തുന്നു എന്ന് സങ്കൽപ്പിക്കുക. വൈബ്രേഷൻ നിയമത്തിന്റെ ശക്തിയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ഇതെല്ലാം സാധ്യമാകും. ഏറ്റവും നല്ല ഭാഗം, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവോ പദവിയോ ആവശ്യമില്ല എന്നതാണ്. നിങ്ങൾ സമ്പന്നനോ പ്രശസ്തനോ ഒരു പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനോ ആകണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് പുതിയ സാധ്യതകളിലേക്ക് തുറന്ന മനസ്സും നിങ്ങൾ പഠിക്കുന്നത് പ്രായോഗികമാക്കാനുള്ള നിശ്ചയദാർഢ്യവും മാത്രമാണ്. അതുകൊണ്ട് ഈ രൂപാന്തരപ്പെടുത്തുന്ന നിയമത്തിന്റെ പ്രായോഗിക പ്രയോഗത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ സ്പന്ദനം മാറ്റുന്നതിനുള്ള ആദ്യപടി നിങ്ങളുടെ നിലവിലെ സ്പന്ദന നിലയെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നതാണ്. മിക്ക ആളുകളും തങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലും ശ്രദ്ധിക്കാതെ ഓട്ടോ പൈലറ്റിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ സ്പന്ദനം മാറ്റണമെങ്കിൽ നിങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം. ഇപ്പോൾ തന്നെ ഇതൊന്ന് പരീക്ഷിക്കുക. ഒരു ദീർഘശ്വാസമെടുത്ത് ഒരു നിമിഷം കണ്ണടയ്ക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണോ, ശാന്തനാണോ, ഊർജ്ജസ്വലനാണോ, ക്ഷീണിച്ചവനാണോ? ഇനി നിങ്ങളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുക. അവ ഉന്മേഷം നൽകുന്നതാണോ അതോ വിമർശനാത്മകമോ ആശങ്ക നൽകുന്നതോ ആണോ? നിങ്ങളുടെ ആന്തരിക അവസ്ഥയിലേക്ക് ശ്രദ്ധിക്കുന്ന ഈ ലളിതമായ പരിശീലനം നിങ്ങളുടെ സ്പന്ദനം മാറ്റുന്നതിനുള്ള ആദ്യപടിയാണോ? നിങ്ങളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിങ്ങൾക്ക് ബോധപൂർവം തിരഞ്ഞെടുക്കാൻ തുടങ്ങാം. ഓർക്കുക, നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വികാരവും ഒരു സ്പന്ദനം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ സ്പന്ദനം ഉയർത്താൻ ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രതിധ്വനിക്കുന്ന ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇതിനൊരു ഫലപ്രദമായ മാർഗം നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ നിലകളിൽ ഒന്നാണ് നന്ദി. നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം തൽക്ഷണം കൂടുതൽ പോസിറ്റീവായ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നു. നിങ്ങൾ എത്രത്തോളം നന്ദി പരിശീലിക്കുന്നുവോ അത്രത്തോളം അത് സ്വാഭാവികമായി തീരും. ഇതൊന്ന് പരീക്ഷിക്കുക. എല്ലാ ദിവസവും രാവിലെ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവ വലുതായിരിക്കണമെന്നില്ല. നിങ്ങൾ ഉറങ്ങിയ സുഖമുള്ള കിടക്ക, നിങ്ങൾ ഉടൻ ആസ്വദിക്കാൻ പോകുന്ന കാപ്പി, അല്ലെങ്കിൽ ജീവിക്കാൻ മറ്റൊരു ദിവസം ലഭിച്ചതിന്. ഇതിനൊക്കെ നന്ദിയുള്ളവനായിരിക്കാം. ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ആ നന്ദി നിങ്ങളുടെ ശരീരത്തിൽ ശരിക്കും അനുഭവിക്കുക. അത് നിങ്ങളെ നിറയ്ക്കുകയും പുറത്തേക്ക് പ്രസരിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ സ്പന്ദനം ഉയർത്തുന്നതിനുള്ള മറ്റൊരു ശക്തമായ രീതിയാണ് ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ. നിങ്ങൾ വ്യക്തമായി സങ്കൽപ്പിക്കുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ നിങ്ങളുടെ തലച്ചോറ് വ്യത്യാസം കാണുന്നില്ല. അതിനാൽ നിങ്ങൾ പോസിറ്റീവായ സാഹചര്യങ്ങൾ സമ്പന്നമായ വിശദാംശങ്ങളോടെ ദൃശ്യവൽക്കരിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ന്യൂറൽ പാതകളും വൈകാരിക അവസ്ഥകളും നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ അനുയോജ്യമായ ജീവിതം സങ്കൽപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് മിനിറ്റ് ചെലവഴിക്കുക. നിങ്ങളുടെ സ്വപ്നഭവനത്തിൽ താമസിക്കുന്നതും നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ജോലി ചെയ്യുന്നതും പിന്തുണയ്ക്കുന്ന ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ടതുമായി സ്വയം കാണുക. ഇതെല്ലാം ഇതിനകം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ നിങ്ങൾക്കനുഭവപ്പെടുന്ന വികാരങ്ങൾ അനുഭവിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായി ഇത് സങ്കൽപ്പിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വൈബ്രേഷൻ ആ യാഥാർത്ഥ്യവുമായി നിങ്ങൾ യോജിപ്പിക്കുന്നു. എന്നാൽ കഷ്ടകാലം വരുമ്പോൾ എന്തു ചെയ്യും എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകാം. ജീവിതം ബുദ്ധിമുട്ടാകുമ്പോൾ എനിക്ക് എങ്ങനെ ഉയർന്ന വൈബ്രേഷൻ നിലനിർത്താൻ കഴിയും? അതൊരു മികച്ച ചോദ്യമാണ്. കാരണം ജീവിതം എല്ലായ്പ്പോഴും സന്തോഷകരമായ അവസ്ഥയിൽ ആയിരിക്കണമെന്നില്ല. നാം എല്ലാവരും ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും നേരിടുന്നു. എന്നാൽ ഇവിടെയാണ് പ്രധാനം. നെഗറ്റീവ് അനുഭവങ്ങളെ അവഗണിക്കുക എന്നതോ എല്ലാം എപ്പോഴും നന്നായിരിക്കുന്നു എന്ന് നടിക്കുക എന്നതോ അല്ല ഇതിന്റെ അർത്ഥം. ജീവിതത്തിലെ വെല്ലുവിളികളോട് ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുന്ന രീതിയിൽ പ്രതികരിക്കാൻ പഠിക്കുക എന്നതാണ്. ഇതിനൊരു ഫലപ്രദമായ മാർഗം ഞാൻ നിരീക്ഷക സാങ്കേതികവിദ്യ, ഒബ്സർവർ ടെക്നീക്ക് എന്ന് വിളിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളൊരു സിനിമ കാണുന്നതുപോലെ അതിൽ നിന്ന് പിന്നോട്ട് മാറി വീക്ഷിക്കാൻ ശ്രമിക്കുക. ആ നിമിഷത്തെ നാടകീയതയിലും വികാരങ്ങളിലും അകപ്പെടാതെ ഒരു ദീർഘശ്വാസമെടുത്ത് സ്വയം ചോദിക്കുക, ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാൻ കഴിയും? വളരാനും വികസിക്കാനും എനിക്ക് എങ്ങനെ ഈ സാഹചര്യം ഉപയോഗിക്കാൻ കഴിയും? ഈ ലളിതമായ കാഴ്ചപ്പാടിലെ മാറ്റം വെല്ലുവിളികളോടുള്ള നിങ്ങളുടെ സ്പന്ദന പ്രതികരണത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. നിങ്ങളുടെ വൈബ്രേഷൻ കുറയ്ക്കുന്ന ഭയത്തോടെയോ ദേഷ്യത്തോടെയോ പ്രതികരിക്കുന്നതിനു പകരം നിങ്ങൾക്ക് ജിജ്ഞാസയുടെയും വളർച്ചയുടെയും ഉയർന്ന ഫ്രീക്വൻസി നിലനിർത്താൻ കഴിയും. നിങ്ങളിത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പോലും കൂടുതൽ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഇനി നിങ്ങളുടെ ശരീരത്തിന് ഇതിലുള്ള പങ്ക് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം.
നിങ്ങളുടെ ശരീരം പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ സ്പന്ദനങ്ങൾ അയക്കുന്ന ഒരു ആന്റിനയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ നിങ്ങളുടെ ഈ ഭൗതിക പാത്രത്തെ നിങ്ങൾ നന്നായി പരിപാലിക്കണം. അതായത് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ശരിയായ ഉറക്കം നേടുക, ശരീരം സജീവമായി നിലനിർത്തുക. പ്രത്യേകിച്ച് വ്യായാമം നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിൽ വളരെ ഫലപ്രദമാണ്. നിങ്ങൾ ശരീരം ചലിപ്പിക്കുമ്പോൾ നിങ്ങൾ ഊർജ്ജപ്രവാഹം വർദ്ധിപ്പിക്കുകയും എൻഡോർഫിനുകൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് സ്വാഭാവികമായി നിങ്ങളുടെ മാനസികാവസ്ഥയും വൈബ്രേഷനും ഉയർത്തുന്നു. നിങ്ങൾ എന്തുതരം വ്യായാമം ചെയ്യുന്നു എന്നത് ഒരു വിഷയമല്ല. നിങ്ങൾ ആസ്വദിക്കുന്ന ഒന്ന് കണ്ടെത്തുക. അത് യോഗ, ഓട്ടം, നൃത്തം അല്ലെങ്കിൽ ഭാരമുയർത്തലാകട്ടെ. അത് നിങ്ങളുടെ ദിനചര്യയുടെ സ്ഥിരമായ ഒരു ഭാഗമാക്കുക. വൈബ്രേഷൻ നിയമവുമായി പ്രവർത്തിക്കുന്നതിനുള്ള മറ്റൊരു അത്യധികം ശക്തമായ ഉപകരണമാണ് ധ്യാനം, മെഡിറ്റേഷൻ. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ നിരന്തരമായ ശബ്ദം ശാന്തമാവുകയും ഉയർന്ന ബോധത്തിന്റെ ഫ്രീക്വൻസികളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. പതിവായ ഒരു ധ്യാന പരിശീലനം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാൻ നിങ്ങളെ സഹായിക്കും. ഇത് ദിവസം മുഴുവൻ നിങ്ങളുടെ വൈബ്രേഷൻ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് എളുപ്പമാക്കുന്നു. നിങ്ങൾ ധ്യാനത്തിന് പുതിയ ആളാണെങ്കിൽ വിഷമിക്കേണ്ട. മണിക്കൂറുകളോളം നിങ്ങൾ പത്മാസനത്തിലിരിക്കേണ്ടതില്ല. ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ശ്വാസമെടുക്കൽ ഒരു ദിവസം 5 മിനിറ്റ് പോലും വലിയ മാറ്റമുണ്ടാക്കും. ചെറുതായി തുടങ്ങുക, സമയം ക്രമേണ വർദ്ധിപ്പിക്കുക. സ്ഥിരതയാണ് പ്രധാനം. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മറ്റുള്ളവരെ സേവിക്കുക. നിങ്ങളൊരാളെ സഹായിക്കുമ്പോൾ, നിങ്ങളെക്കാൾ വലിയ ഒന്നിനായി സംഭാവന ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ യാന്ത്രികമായി ഉയരുന്നു. ഇത് സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്നതുപോലെയാണ്. ഇതിനർത്ഥം നിങ്ങളൊരു ചാരിറ്റി തുടങ്ങുകയോ നിങ്ങളുടെ ജീവിതം മുഴുവൻ സന്നദ്ധപ്രവർത്തനത്തിനായി നീക്കിവെക്കുകയോ ചെയ്യണമെന്നല്ല. നിങ്ങൾക്കതിലേക്ക് വിളിക്കപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ അത് അത്ഭുതകരമായ കാര്യമാണ്. ഇത് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു ദയയുള്ള വാക്ക് വാഗ്ദാനം ചെയ്യുന്നതുപോലെ, അല്ലെങ്കിൽ ഒരു അയൽക്കാരനെ അവരുടെ പലചരക്ക് സാധനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതുപോലെ ലളിതമാകാം. ഓരോ ദിവസവും സേവിക്കാൻ ചെറിയ അവസരങ്ങൾക്കായി തിരയുക. അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള വൈബ്രേഷനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക. വൈബ്രേഷൻ നിയമവുമായി പ്രവർത്തിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന ഭാഗം നിങ്ങളുടെ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് പരക്കുന്ന സ്പന്ദനങ്ങളാണ്. അതിനാൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടയ്ക്കിടെ പരാതിപ്പെടുകയാണോ, അതോ നെഗറ്റീവ് ഭാഷ ഉപയോഗിക്കുകയാണോ, അതോ ഉണർവ് നൽകുന്നതും പ്രചോദിപ്പിക്കുന്നതുമായ വാക്കുകളാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നെഗറ്റീവായ സ്വയം സംസാരവും സെൽഫ് ടോക്ക് പരാതികളും ബോധപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കുക. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ സംസാരിക്കുക. എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട് എന്നതിനു പകരം ഞാനാണ് എന്നും എനിക്കുണ്ട് എന്നും പോലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് കൂടുതൽ ആരോഗ്യം വേണം എന്ന് പറയുന്നതിനു പകരം ഞാൻ ഓരോ ദിവസവും കൂടുതൽ ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. ഈ പ്രസ്താവനകളുടെ ഊർജ്ജത്തിലെ വ്യത്യാസം അനുഭവിക്കുക. ഇനി വൈബ്രേഷൻ നിയമം ചർച്ച ചെയ്യുമ്പോൾ പതിവായി ഉയർന്നുവരുന്ന ഒന്നിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പോസിറ്റീവായ ചിന്തകളിലും വികാരങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നെഗറ്റീവ് വികാരങ്ങളെ അവഗണിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ചാണോ എന്ന് ചിലർ ആശങ്കപ്പെടുന്നു. എന്നാൽ അത് സത്യമല്ല. വാസ്തവത്തിൽ നെഗറ്റീവ് വികാരങ്ങളെ അടിച്ചമർത്താനോ ഒഴിവാക്കാനോ ശ്രമിക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനം നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുകയും ആരോഗ്യകരമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ഒരു നെഗറ്റീവ് വികാരമുണ്ടാകുമ്പോൾ അതിനെ തള്ളിമാറ്റരുത്. പകരം ഒരു നിമിഷം അതിനൊപ്പം ഇരിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൽ പൂർണ്ണമായി അനുഭവിക്കുക. ഈ വികാരം എന്താണ് ആശയവിനിമയം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. പലപ്പോഴും നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ശ്രദ്ധയോ മാറ്റമോ ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ വികാരങ്ങളെ പൂർണ്ണമായി അനുഭവിക്കാനും പ്രോസസ്സ് ചെയ്യാനും സ്വയം അനുവദിക്കുന്നതിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുകയാണ്. നിങ്ങളിനി ഊർജ്ജത്തെ ചെറുക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ അതിനെ നിങ്ങളിലൂടെ ഒഴുകാൻ അനുവദിക്കുകയാണ്. നിങ്ങളിത് പരിശീലിക്കുമ്പോൾ നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളിലൂടെ വേഗത്തിൽ നീങ്ങുകയും സ്വാഭാവികമായും ഉയർന്ന വൈബ്രേഷൻ നിലയിൽ നിങ്ങളെ വിടുകയും ചെയ്യുന്നതായി നിങ്ങൾ കണ്ടെത്തും. വൈബ്രേഷൻ നിയമവുമായി പ്രവർത്തിക്കുന്നതിനുള്ള മറ്റൊരു ഉപയോഗപ്രദമായ സാങ്കേതികവിദ്യയാണ് ഞാൻ ഊർജ്ജ ഓഡിറ്റിംഗ്, എനർജി ഓഡിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ പതിവായി പരിശോധിക്കുകയും അവയുടെ സ്പന്ദന ഗുണനിലവാരം വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. നിങ്ങളുടെ ബന്ധങ്ങൾ, ജോലി, വീടിന്റെ അന്തരീക്ഷം, ദൈനംദിന ശീലങ്ങൾ എന്നിവ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഭാഗങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുകയാണോ അതോ താഴ്ത്തുകയാണോ? നിങ്ങളുടെ വൈബ്രേഷൻ സ്ഥിരമായി കുറയ്ക്കുന്ന മേഖലകൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള സമയമായി. ഇതിനർത്ഥം കടുപ്പമേറിയ ഒരു സംഭാഷണം നടത്തുക, ജോലി മാറുക, നിങ്ങളുടെ ഇടം വൃത്തിയാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇനി സഹായിക്കാത്ത ശീലങ്ങൾ ഉപേക്ഷിക്കുക എന്നൊക്കെയാവാം.
നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തിലേക്ക് എന്തിനെ അനുവദിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് ഓർക്കുക. വൈബ്രേഷൻ നിയമം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം: നിങ്ങളുടെ ശാരീരിക ചുറ്റുപാടിന്റെ പ്രാധാന്യം. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാത്തിനും അതിന്റേതായ സ്പന്ദന ഫ്രീക്വൻസിയുണ്ട്. നിങ്ങളുടെ വീട്ടിലെ നിറങ്ങൾ, നിങ്ങളുടെ ചുറ്റുമുള്ള വസ്തുക്കൾ, നിങ്ങൾ കേൾക്കുന്ന സംഗീതം പോലും, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ വൈബ്രേഷനെ സ്വാധീനിക്കുന്നു. നിങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന വൈബ്രേഷനെ നിങ്ങളുടെ താമസസ്ഥലം പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുക. അത് അലങ്കോലപ്പെട്ടതും താറുമാറായതുമാണോ, അതോ വൃത്തിയുള്ളതും ചിട്ടയുള്ളതുമാണോ? നിറങ്ങൾ ഉന്മേഷം നൽകുന്നതാണോ, അതോ മങ്ങിയതോ? നിങ്ങളുടെ ചുറ്റുമുള്ള വസ്തുക്കൾ പോസിറ്റീവായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ, അതോ വെറുതെ ഇടം കവർന്നെടുക്കുകയാണോ? ഉയർന്ന വൈബ്രേഷനെ പിന്തുണയ്ക്കുന്നതിനായി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് പരിഗണിക്കുക. ഇത് ഒരു മുറി വൃത്തിയാക്കുക, പ്രകൃതിയുടെ ഒരു സ്പർശത്തിനായി ചെടികൾ ചേർക്കുക, അല്ലെങ്കിൽ ധ്യാനത്തിനോ സർഗാത്മക കാര്യങ്ങൾക്കോ വേണ്ടി ഒരു പ്രത്യേക ഇടം സൃഷ്ടിക്കുക എന്നിവ പോലെ ലളിതമാകാം. നിങ്ങളെ ഊർജ്ജസ്വലനാക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് പ്രധാനം. വൈബ്രേഷൻ നിയമവുമായി പ്രവർത്തിക്കുന്നതിനുള്ള മറ്റൊരു ശക്തമായ മാർഗം ശബ്ദം ഉപയോഗിക്കുക എന്നതാണ്. ശബ്ദതരംഗങ്ങൾ നിങ്ങളുടെ ശാരീരികവും ഊർജ്ജപരവുമായ ശരീരത്തെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന സ്പന്ദനങ്ങളാണ്. അതുകൊണ്ടാണ് സംഗീതത്തിന് നിങ്ങളുടെ മാനസികാവസ്ഥയും ഊർജ്ജനിലയും തൽക്ഷണം മാറ്റാൻ കഴിയുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ ശബ്ദമുപയോഗിച്ച് പരീക്ഷണം നടത്തുക. ഇതിൽ ഉന്മേഷം നൽകുന്ന സംഗീതം കേൾക്കുക, സിംഗിംഗ് ബൗളുകളോ ട്യൂണിംഗ് ഫോർക്കുകളോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ശബ്ദമുപയോഗിച്ച് ടോണിംഗ് പരിശീലിക്കുക എന്നിവ ഉൾപ്പെടാം. വ്യത്യസ്ത ശബ്ദങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ശ്രദ്ധിക്കുകയും നിങ്ങളെ ഏറ്റവും കൂടുതൽ യോജിപ്പിക്കുന്നതും ഊർജ്ജസ്വലനാക്കുന്നതുമായവ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഇനി വൈബ്രേഷൻ നിയമത്തെക്കുറിച്ചുള്ള ഒരു പൊതു തെറ്റിദ്ധാരണയെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പോസിറ്റീവായ ചിന്തകളിലും വികാരങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തങ്ങൾക്കൊരിക്കലും വെല്ലുവിളികളോ തിരിച്ചടികളോ നേരിടേണ്ടിവരില്ല എന്ന് ചിലർ കരുതുന്നു. എന്നാൽ ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. വെല്ലുവിളികൾ ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. അവ നമ്മുടെ വളർച്ചയിലും വികാസത്തിലും ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. വെല്ലുവിളികളെ ഒഴിവാക്കുക എന്നതല്ല ഇവിടെ പ്രധാനം, മറിച്ച് ഉയർന്ന വൈബ്രേഷൻ നിലയിൽ നിന്ന് അവയെ നേരിടുക എന്നതാണ്. നിങ്ങൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ സ്പന്ദിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രതിരോധശേഷിയുണ്ടാകും. വെല്ലുവിളികളെ മറികടക്കാൻ കഴിയാത്ത തടസ്സങ്ങളായി കാണുന്നതിനു പകരം വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണാൻ നിങ്ങൾക്ക് കഴിയും. സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രം നിലനിർത്താൻ കഴിയും. വെല്ലുവിളികൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വികാരങ്ങൾ അനുഭവപ്പെടില്ല എന്നല്ല ഇതിനർത്ഥം നിങ്ങൾക്ക് ആ വികാരങ്ങൾ കൂടുതൽ വേഗത്തിൽ പ്രോസസ് ചെയ്യാനും സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങാനും കഴിയുമെന്നാണ്. ഭയത്തിൽ നിന്നോ ദേഷ്യത്തിൽ നിന്നോ പ്രതികരിക്കുന്നതിനു പകരം സർഗാത്മകതയോടും വിവേകത്തോടും കൂടി ബുദ്ധിമുട്ടുകളോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ്. കടുപ്പമേറിയ സമയങ്ങളിൽ ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുന്നതിനുള്ള ഒരു ശക്തമായ സാങ്കേതിക വിദ്യയാണ് ഞാൻ ഭാവി സ്വയം ദൃശ്യവൽക്കരണം, ഫ്യൂച്ചർ സെൽഫ് വിഷ്വലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നിലവിൽ നേരിടുന്ന വെല്ലുവിളിയെ ഇതിനകം മറികടന്ന നിങ്ങളുടെ ഒരു പതിപ്പുമായി ബന്ധപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കണ്ണുകളടച്ച് 1 വർഷം കഴിഞ്ഞുള്ള നിങ്ങളെ സങ്കൽപ്പിക്കുക. നിങ്ങൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ടിലൂടെ വിജയകരമായി കടന്നുപോയ നിങ്ങളെ. ഭാവിയുടെ ഈ പതിപ്പിന് എന്തു തോന്നുന്നു? അവർ എന്തു വിവേകമാണ് നേടിയെടുത്തത്? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള നിങ്ങൾക്ക് അവർ എന്തുപദേശമാണ് നൽകുക? ഈ ഭാവി സ്വയവുമായി ബന്ധപ്പെടുന്നതിലൂടെ നിങ്ങളൊരു ഉയർന്ന വൈബ്രേഷൻ നിലയിലേക്ക് ട്യൂൺ ചെയ്യുകയാണ്. നിങ്ങളുടെ സ്വന്തം പ്രതിരോധശേഷിയെയും വളരാനുള്ള കഴിവിനെയും നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ആ ഭാവി യാഥാർത്ഥ്യത്തിന്റെ ഊർജ്ജവുമായി നിങ്ങൾ യോജിക്കുകയാണ്. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം: സ്നേഹം. സ്നേഹമാണ് അവിടെയുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി. നിങ്ങൾ സ്നേഹത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ, അത് നിങ്ങളോടുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ ജീവിതത്തോടുള്ള സ്നേഹമാകട്ടെ, നിങ്ങൾ യാന്ത്രികമായി പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ സൃഷ്ടിപരമായ ശക്തിയുമായി യോജിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിൽ പലർക്കും സ്നേഹത്തെക്കുറിച്ച് പരിമിതമായ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ അതിന് അർഹരാണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ അത് നേടണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സ്നേഹം നമുക്ക് സംഭവിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ കരുതുന്നു, പകരം നമുക്കുള്ളിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് കരുതുന്നില്ല. സത്യമെന്തെന്നാൽ സ്നേഹമാണ് നിങ്ങളുടെ സ്വാഭാവികാവസ്ഥ. അതാണ് നിങ്ങളുടെ കാതലായ സ്വത്വം. ഭയം, ദേഷ്യം, അസൂയ തുടങ്ങിയ മറ്റ് വികാരങ്ങളെല്ലാം ഈ അടിസ്ഥാനപരമായ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയുടെ താൽക്കാലികമായ വികലരൂപങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് കൂടുതൽ സ്ഥിരമായി കടക്കാൻ കഴിയും? സ്നേഹധ്യാനം, ലവ് മെഡിറ്റേഷൻ എന്ന് ഞാൻ വിളിക്കുന്ന ഒരു ശക്തമായ പരിശീലനമുണ്ട്. ഇത് ലളിതമാണ്, പക്ഷേ അവിശ്വസനീയമാംവിധം അഗാധവുമാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. സുഖമായി ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, സ്വയം കേന്ദ്രീകരിക്കാൻ കുറച്ച് ദീർഘശ്വാസമെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെക്കുറിച്ചോ
ഒന്നിനെക്കുറിച്ചോ ചിന്തിക്കുക. ഒരു കുട്ടിയോ വളർത്തുമൃഗമോ പ്രകൃതിയിലെ മനോഹരമായ ഒരു സ്ഥലമോ ആകാമത്. ഈ വ്യക്തിയോടോ വസ്തുവിനോടോ നിങ്ങൾക്കുള്ള സ്നേഹം ശരിക്കും അനുഭവിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയും നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യട്ടെ. ഇനി ആ സ്നേഹത്തിന്റെ വികാരം ക്രമേണ വികസിപ്പിക്കുക. അത് വലുതും വലുതുമായി വളരുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവനായും, പിന്നെ നിങ്ങളുടെ വീട് മുഴുവനായും, നിങ്ങളുടെ പട്ടണം മുഴുവനായും, ഗ്രഹത്തെ മുഴുവനായും, അതിനപ്പുറത്തേക്കും അത് ഉൾക്കൊള്ളുന്നത് സങ്കൽപ്പിക്കുക. ഈ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ഊർജ്ജം ലോകത്തേക്ക് പ്രസരിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ദീപസ്തംഭമായി സ്വയം അനുഭവിക്കുക. ഈ ധ്യാനം പതിവായി പരിശീലിക്കുക. നിങ്ങളുടെ ദിവസം മുഴുവൻ ഈ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമായി തീരും എന്ന് നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയിൽ സ്പന്ദിക്കുമ്പോൾ അതിശയകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ കൂടുതൽ സ്നേഹമുള്ള അനുഭവങ്ങളെയും ബന്ധങ്ങളെയും ആകർഷിക്കുന്നു. നിങ്ങളുമായും മറ്റുള്ളവരുമായും കൂടുതൽ ബന്ധമുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ലോകത്തിൽ പോസിറ്റീവായ മാറ്റത്തിനുള്ള ഒരു ശക്തമായ ശക്തിയായി നിങ്ങൾ മാറുന്നു. ഇനി ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ ഒന്നിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു: ആത്മപരിചരണം, സെൽഫ് കെയർ. പല ആളുകളും, പ്രത്യേകിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിനോ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ, സ്വന്തം ആത്മപരിചരണം അവഗണിക്കാറുണ്ട്. എന്നാൽ ഇതാണ് സത്യം. ഒരു ഒഴിഞ്ഞ കപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഉയർന്ന വൈബ്രേഷൻ നിലനിർത്താനും ലോകത്തിൽ ഒരു പോസിറ്റീവായ വ്യത്യാസം വരുത്താനും കഴിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ ശ്രദ്ധിക്കണം. ആത്മപരിചരണം സ്വാർത്ഥതയല്ല. അത് സ്വയം ലാളിക്കുകയോ ആഡംബരത്തിൽ മുഴുകുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല, എങ്കിലും അതും അതിന്റെ ഭാഗമാകാം. ഇത് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ക്ഷേമം പരിപോഷിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ്. ഇതിൽ നിങ്ങളുടെ ഊർജ്ജം ചോർത്തുന്ന ആളുകളുമായി അതിരുകൾ നിശ്ചയിക്കുന്നത് ഉൾപ്പെട്ടേക്കാം. നിങ്ങളുടെ ഉയർന്ന നന്മയുമായി യോജിക്കാത്ത പ്രതിബദ്ധതകളോട് വേണ്ട എന്ന് പറയുന്നത് ഉൾപ്പെട്ടേക്കാം. ഉറക്കത്തിന് മുൻഗണന നൽകുക, നന്നായി ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും വിശ്രമവും നൽകുന്ന പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ആത്മപരിചരണം നിങ്ങൾക്ക് എന്തായിരുന്നാലും അത് നിങ്ങളുടെ ദിനചര്യയുടെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാക്കുക. നിങ്ങൾ നിങ്ങളെത്തന്നെ പരിപാലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുമ്പോൾ ലോകത്തിലെ നന്മയ്ക്കായി നിങ്ങൾ കൂടുതൽ ശക്തമായ ഒരു ശക്തിയായി മാറുന്നു. അവസാനമായി, വൈബ്രേഷൻ നിയമവുമായി പ്രവർത്തിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം: ക്ഷമ. ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം എന്നിവ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ നിരന്തരം കുറയ്ക്കുന്ന ഒരു വലിയ ഭാരം ചുമക്കുന്നതുപോലെയാണ്. ഈ ഭാരം ഒഴിവാക്കാനും നിങ്ങളുടെ ഊർജ്ജം ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് ഉയർത്താനുമുള്ള താക്കോലാണ് ക്ഷമ. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കട്ടെ: ക്ഷമ എന്നാൽ ദോഷകരമായ പ്രവൃത്തികളെ കണ്ടില്ലെന്ന് നടിക്കുക എന്നതോ മറ്റുള്ളവരെ നിങ്ങളെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കുക എന്നതോ അല്ല. ഇത് മറ്റേ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യമല്ല. ക്ഷമ എന്നത് നിങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു സമ്മാനമാണ്. കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള വൈകാരികമായ ഭാരം ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ വർത്തമാനകാലത്തിന് മേൽ അവയ്ക്കിനിമേൽ ശക്തിയില്ലാതാക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് വിദ്വേഷം തോന്നുന്ന ഒരാൾക്ക് ഒരു കത്തെഴുതുക എന്നതാണ് ശക്തമായൊരു ക്ഷമാപരിശീലനം. നിങ്ങളുടെ എല്ലാ വികാരങ്ങളും പേപ്പറിലേക്ക് പകരുക. എന്നിട്ട് കത്തിന്റെ അവസാനം ഇങ്ങനെ എഴുതുക: ഞാൻ നിനക്ക് ക്ഷമ നൽകുന്നു, ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു. നിങ്ങൾ കത്തയക്കേണ്ട ആവശ്യമില്ല. എഴുതുന്നതും ക്ഷമ പ്രഖ്യാപിക്കുന്നതും നിങ്ങളുടെ ഊർജ്ജം മാറ്റാൻ മതിയാകും. ക്ഷമ ഒരു യാത്രയാണെന്നോർക്കുക. ആഴത്തിലുള്ള മുറിവുകൾക്ക് ഇത് തൽക്ഷണം സംഭവിച്ചെന്ന് വരില്ല. നിങ്ങളോട് ക്ഷമയോടെയിരിക്കുക, അതിനായി പ്രവർത്തിക്കുന്നത് തുടരുക. ഓരോ തവണയും നിങ്ങൾ വിദ്വേഷത്തിന് പകരം ക്ഷമ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുകയും കൂടുതൽ പോസിറ്റീവായ അനുഭവങ്ങൾക്കായി സ്വയം തുറക്കുകയും ചെയ്യുകയാണ്. ഇനി വൈബ്രേഷൻ നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും വരുന്ന ഒന്നിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു: നമ്മുടെ വൈബ്രേഷൻ നിലയിലെ മറ്റുള്ളവരുടെ സ്വാധീനം. മറ്റുള്ളവരുടെ ഊർജ്ജം നമ്മെ ബാധിക്കുമെന്നത് സത്യമാണ്. ഒരാളുടെ നെഗറ്റീവ് മാനസികാവസ്ഥ നമ്മെ തളർത്തുന്നതോ ഒരാളുടെ ആവേശത്താൽ നമ്മൾ ഉയർത്തപ്പെടുന്നതോ ആയ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതാണ് പ്രധാനം: മറ്റുള്ളവരുടെ ഊർജ്ജത്താൽ നമ്മെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിലും നമ്മുടെ സ്വന്തം വൈബ്രേഷൻ തിരഞ്ഞെടുക്കാനുള്ള ശക്തി എപ്പോഴും നമുക്കുണ്ട്. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളെ അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചുറ്റും എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഊർജ്ജം മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കെപ്പോഴുമുണ്ട്. ഇതിനർത്ഥം വിഷമുള്ള ബന്ധങ്ങളോ ചുറ്റുപാടുകളോ നിങ്ങൾ സഹിക്കണം എന്നല്ല. നിങ്ങളുടെ ഉയർന്ന നന്മയെ പിന്തുണയ്ക്കുന്ന ആളുകളാലും സാഹചര്യങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. എന്നിരുന്നാലും വെല്ലുവിളി നിറഞ്ഞ വ്യക്തിഗത സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രവും ഉയർന്ന വൈബ്രേഷനും നിലനിർത്താൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം. ഇതിനൊരു ശക്തമായ സാങ്കേതികവിദ്യയാണ് ഞാൻ ഊർജ്ജകവചം, എനർജി ഷീൽഡ് എന്ന് വിളിക്കുന്നത്. താഴ്ന്ന വൈബ്രേഷൻ ഊർജ്ജങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ചുറ്റും പ്രകാശത്തിന്റെ ഒരു സംരക്ഷണ കവചം ദൃശ്യവൽക്കരിക്കാൻ ഒരു നിമിഷമെടുക്കുക.
ഈ കവചം പോസിറ്റീവ് ഊർജ്ജത്തെ അകത്തേക്കും പുറത്തേക്കും ഒഴുകാൻ അനുവദിക്കുന്നു, എന്നാൽ താഴ്ന്ന വൈബ്രേഷനുകളെ തടയുന്നു. പരിശീലനത്തിലൂടെ നിങ്ങളുടെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഈ ഊർജ്ജപരമായ സംരക്ഷണം നിലനിർത്താൻ കഴിയും. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗങ്ങളിൽ ഒന്നിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നന്ദി. നമ്മൾ ഇത് മുമ്പ് സൂചിപ്പിച്ചതാണ്, പക്ഷേ ഇതിന്റെ പ്രാധാന്യം കാരണം വീണ്ടും പറയേണ്ടതുണ്ട്. നന്ദി ഉയർന്ന വൈബ്രേഷൻ നിലകളിലേക്കുള്ള ഒരു നേരിട്ടുള്ള കണ്ണിയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി നന്ദിയുള്ളവനായിരിക്കുമ്പോൾ ഭയം അല്ലെങ്കിൽ ദേഷ്യം പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ ഒരേ സമയം അനുഭവിക്കാൻ അസാധ്യമാണ്. എന്നാൽ ഇതാണ് കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല നന്ദി, ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളോടും വെല്ലുവിളി നിറഞ്ഞവയോടുപോലും ഒരു അഭിനന്ദന മനോഭാവം വളർത്തുന്നതിനെക്കുറിച്ചാണ്. ഓരോ അനുഭവവും ആ നിമിഷം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിലുപരി വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള ഒരു അവസരമാണ്. ഓരോ ദിവസത്തിന്റെയും അവസാനം നിങ്ങൾ നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതുക. ഇവിടെയാണ് ട്വിസ്റ്റ്. അതിലൊന്നെങ്കിലും വെല്ലുവിളി നിറഞ്ഞതോ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒന്നായിരിക്കണം. ഒരുപക്ഷേ നിങ്ങളൊരു കലഹത്തിന് നന്ദിയുള്ളവനായിരിക്കാം, കാരണം അത് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചു. ഒരുപക്ഷേ നിങ്ങളൊരു തിരിച്ചടിക്ക് നന്ദിയുള്ളവനായിരിക്കാം, കാരണം അത് പുതിയൊരു സമീപനം കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചു. ജീവിതത്തിലെ വെല്ലുവിളികളിൽ പോലും നിങ്ങൾക്ക് നന്ദി കണ്ടെത്താൻ കഴിയുമ്പോൾ നിങ്ങൾ ഉയർന്ന വൈബ്രേഷൻ ജീവിതത്തിന്റെ കലയിൽ ശരിക്കും പ്രാവീണ്യം നേടുകയാണ്. ഇനി ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ ഒന്നിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു: ആത്മാർത്ഥത, ഓത്തന്റിസിറ്റി. ഉയർന്ന ഫ്രീക്വൻസിയിൽ സ്പന്ദിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കണം, അല്ലെങ്കിൽ താനല്ലാത്ത ഒരാളായി നടിക്കണമെന്ന് പലരും കരുതുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ നിങ്ങളല്ലാത്ത ഒരാളായിരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വൈബ്രേഷൻ കുറയ്ക്കുന്നു. അത് ആന്തരിക പോരാട്ടം സൃഷ്ടിക്കുകയും നിങ്ങളുടെ ഊർജ്ജം ചോർത്തുകയും ചെയ്യുന്നു. ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ വരുന്നത് നിങ്ങൾ പൂർണ്ണമായും ആത്മാർത്ഥമായും നിങ്ങൾ തന്നെയായിരിക്കുമ്പോഴാണ്. ഇതിനർത്ഥം നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളെയും, നിങ്ങളുടെ ശക്തികളെയും ബലഹീനതകളെയും, നിങ്ങളുടെ വെളിച്ചത്തെയും നിഴലിനെയും സ്വീകരിക്കുക എന്നതാണ്. ഇത് നിങ്ങളുടെ സത്യം പ്രകടിപ്പിക്കുക എന്നതാണ്. അത് അസുഖകരമായിരിക്കുമ്പോൾ പോലും, മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം പാത പിന്തുടരുക എന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ ഫ്രീക്വൻസിയുമായി നിങ്ങൾ യോജിക്കുന്നു. മറ്റൊരാളുടെ ചട്ടക്കൂടിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കുമ്പോൾ ലഭ്യമല്ലാത്ത ഊർജ്ജത്തിന്റെയും സർഗാത്മകതയുടെയും ഒരു ഉറവിടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു. നിങ്ങളുടെ കാതലായ സ്വത്വവുമായി ശരിക്കും പ്രതിധ്വനിക്കുന്ന അനുഭവങ്ങളെയും ബന്ധങ്ങളെയും നിങ്ങൾ ആകർഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായും ആത്മാർത്ഥത കാണിക്കാത്തത് എവിടെയാണെന്ന് പരിഗണിക്കുക. നിങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ എവിടെയാണ് മറയ്ക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളല്ലാത്ത ഒരാളായി എവിടെയാണ് നടിക്കുന്നത്? ഈ മേഖലകളിലേക്ക് കൂടുതൽ ആത്മാർത്ഥത കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധരാവുക. ആദ്യം ഇത് ഭയപ്പെടുത്തുന്നതായി തോന്നിയേക്കാം, പക്ഷേ നിങ്ങളിത് ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന ഊർജ്ജം അവിശ്വസനീയമാണ്.